ഹായ് കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവരും എന്തെടുക്കുന്നു? അപ്പോഴെന്താ പറയുക, ഞാൻ നല്ല തിരക്കിലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നെങ്കിലും പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ മാറ്റി നാട്ടിൽ വരാമെന്ന് വിചാരിച്ചു. അപ്പം ഈ അടുക്കി പറക്കലാണ് ഒരു രക്ഷയില്ലാത്ത. ഇവിടെ ഈ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചു പെട്ടെന്ന്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന പാക്കിങ്ങിന് അപ്പുറം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് കോട്ടേഴ്സിലാണെങ്കിൽ എന്താണെന്നറിയാമോ, നമുക്കിങ്ങനെ വെച്ച് സേഫ്റ്റി ആയിട്ട് വെച്ചിട്ട് പോകാനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം അടുക്കി പറക്കി. പിന്നെന്ന് പറയാൻ എലിയും പാമ്പും എല്ലാം ഉണ്ട്. നമ്മൾ വരുമ്പോൾ ഇവരൊക്കെ ഇതിനകത്ത് താമസമാവും. അപ്പോൾ അതിന് വേണ്ടുന്ന സേഫ്റ്റികളും കാര്യങ്ങളും എല്ലാം ചെയ്ത് വെച്ചിട്ടേ പോകാൻ പറ്റും. അയ്യോ, 2 ദിവസം നല്ല പണിയാണ് കേട്ടോ. എപ്പോഴാണ് പോകുന്ന ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്ലോയിൽ നിന്നെയായിരുന്നു. പെട്ടെന്ന് തീരുമാനം മാറ്റിയുണ്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോഴങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. നാട്ടിലൊക്കെ വരുമ്പോൾ എല്ലാവരെയും ഞാൻ അറിയിക്കും. ഞങ്ങൾ ഡയറക്റ്റ് നാട്ടിലോട്ടല്ല പോകുന്നത്. ഞങ്ങൾ ജസ്റ്റ് ബാംഗ്ലൂർ ഒന്ന് പോകുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അവിടെ പോയിട്ട് നമ്മൾ നാട്ടിലോട്ട് പോകുന്നുള്ളൂ. അപ്പം പാക്കിംഗ് ഒക്കെ ഒരുവിധമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഇനി എൻ്റെ ഡ്രസ്സും കൂടെ ഉള്ള എടുത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ പോയി. രാവിലെ പിന്നെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം പോയി എല്ലായിടത്തു നിന്ന് എല്ലാം റെഡിയാക്കി എല്ലാം പെട്ടെന്ന് തീരുമാനമായിരുന്നു. എല്ലാം ശരിയാക്കി വെച്ചു. അങ്ങനെ ഇപ്പം എന്താ പറയുക, അടിപൊളി. ഓ, പൊട്ട് വെച്ച് നെറ്റിലങ്ങ് തൂത്ത്. എങ്കിലും സാരമില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പം വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം നാട്ടിലൊക്കെ വന്നിട്ടൊക്കെ കാണാം. ഇടയ്ക്കുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏറ്റവും വലിയ സങ്കടമെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് 27-ാം തീയതി. എന്താ പറയുക, അപ്പം ഇത്രയും നാളായിട്ട് എൻ്റെ മോളുടെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ബർത്ത്ഡേ ട്രെയിനകത്തായി പോകുമെന്നുള്ളൊരു സങ്കടമുണ്ട് ആളിന്. എങ്കിലും ഞാൻ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കൊടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ വേറെ എന്താ, പിന്നെ എനിക്ക് സങ്കടമുള്ള 2 കാര്യങ്ങളുണ്ട്. ഇപ്പം പറയാം. ഞാൻ ഇവരെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഈ നമ്മുടെ കൃഷിയും നമ്മുടെ പൂക്കളൊക്കെ ചെടികളൊക്കെ വിട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് ഇവിടെ എത്ര വലിയ ടെൻഷൻ ഇല്ലാത്തതിൻ്റെ മെയിൻ കാര്യം എൻ്റെ താഴെ അപ്പുറത്തുള്ള 2-3 ആൾക്കാരും അവർ നോക്കുള്ളൂ. അവർക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കൃഷി അവർക്കും ഉണ്ട് ഇതുപോലെ ഞാൻ എന്നെപ്പോലെ തന്നെ. അതുകൊണ്ട് അവർ നോക്കുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നാട്ടിൽ കണക്കല്ല. നമ്മളിപ്പോൾ വീട് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ളവരെ ഞാൻ എപ്പോൾ പോയാലും എൻ്റെ അയൽക്കാരെ ചാവി കൊടുത്തിട്ട് ഞാൻ പോയുള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യം സപ്പോസ് വന്നാൽ അവരുടെ ഒരു ചാവി ഞാൻ കൊടുത്തിട്ടാണ് പോകുന്ന പതിവ്. അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ ചാവി കൊടുത്തിട്ട് പോകുന്നത് എനിക്ക് വലിയ ടെൻഷൻ. എന്നാലും എനിക്ക് എന്താ പറയുക, ഇത് വിട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഫുള്ള് എപ്പോഴും ഈ ഒരു ചിന്തയാണ് എനിക്ക് നാട്ടിൽ കിട്ടാൻ. ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും പറയും, ഈ പ്രാവശ്യം പിന്നെ